സ്റ്റുഡൻസ്, വെൽക്കം ടു കെമിസ്ട്രി ടീച്ചർ ജോസ്ന. നമ്മളപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? നമ്മൾ വാട്ടറിനെ പറ്റിയാണ് പഠിച്ചത്. അപ്പൊ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു, വാട്ടറിന്റെ സൈക്കിൾ ഒന്ന് ഡ്രോ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഇടാനായിട്ട്. ആരെങ്കിലും ഡ്രോ ചെയ്ത് കമന്റ് ബോക്സിൽ ഇട്ടായിരുന്നോ? ടീച്ചർ അതിൽ ഡ്രോ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എയർ. എന്താണ് എയർ? നമുക്ക് ജീവിക്കാൻ ആവശ്യമായ, അതായത് അത്യാവശ്യമായ ഒരു ഘടകമാണ് എയർ എന്ന് പറയുന്നത്. നമുക്ക് ആർക്കെങ്കിലും എയർ കാണാൻ പറ്റുമോ? ഇല്ല, നമുക്ക് ആർക്കും എയറിനെ കാണാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഭൂമിയുടെ എല്ലായിടത്തും എന്തുണ്ട്? എയർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി അറിയേണ്ടത് എന്താണ് എയർ? വാട്ട് ഈസ് എയർ? എന്താണ് എയർ? ആർക്കെങ്കിലും അറിയാവോ എന്താണ് എയർ? എയർ കണ്ടെയ്ൻസ് oxygen, carbon dioxide, water vapor, nitrogen, ഇങ്ങനെയുള്ള എല്ലാ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ് എന്തെന്ന് പറയുന്നത്? എയർ എന്ന് പറയുന്നത്. ഇനി എയർ എന്തുകൊണ്ടാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നത്? എന്തുകൊണ്ടാണ് എയർ ഇമ്പോർട്ടൻറ്റ് ആയിട്ട് മാറുന്നത് നമ്മുടെ ജീവിതത്തില്? ഫസ്റ്റ് എന്താ? നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന് ലിവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ്, അനിമൽസ്, പ്ലാന്റ്സ് എന്തിനായാലും ലിവ് ചെയ്യാൻ എന്ത് വേണം? ഓക്സിജൻ വേണം. അതുകൊണ്ട് എയർ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി human beings or animals or plants. ഇവയ്ക്കൊക്കെ ജീവിക്കാൻ ആവശ്യമായ ഒരു ഘടകമാണ് ഈ എയർ എന്ന് പറയുന്നത്. അതില് ഹ്യൂമൻ ബീയിങ്സിന് എന്ത് വേണം? ഓക്സിജൻ വേണം. ആനിമൽസിനായാലും എന്ത് വേണം? ഓക്സിജൻ വേണം. പ്ലാന്റ്സിനായാലും എന്ത് വേണം? കാർബൺ ഡൈ ഓക്സൈഡ് വേണം. നമ്മളത് പഠിക്കും, വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. പ്ലാന്റ്സിനാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയ്ക്ക് നമുക്ക് ആവശ്യമായൊരു ഒരു ഗ്യാസ് എന്ന് പറയുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. നെക്സ്റ്റ് വരുന്നതാണ് സൗണ്ട്സ് ആൻഡ് സ്മെൽ. ഇപ്പൊ നമ്മൾ പറയാണ്, ഇപ്പൊ നമ്മളൊരു കറി വീട്ടില് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ കറി ഉണ്ടാക്കുമ്പോൾ ആ കറിയുടെ സ്മെല്ല് ഇപ്പൊ വേറൊരു റൂമിലിരിക്കുന്ന നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഈ എയറിന്റെ പാസേജ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് അങ്ങനെ സ്മെല്ലിന്റെ കാര്യത്തിലായാലും നമുക്ക് എയർ ഇമ്പോർട്ടന്റ് ആണ്. ഇനി സൗണ്ട്. ഇപ്പൊ നമ്മളൊരു അടച്ചിട്ട റൂമിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സൗണ്ട് നമുക്ക് എക്കോ പോലെ കേൾക്കും ചില ടൈമുകളിൽ. അതെന്തുകൊണ്ടാണ്? ഈ എയറിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു സാധ്യത തോന്നിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ബേണിംഗ്. ബേണിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു വസ്തുവിനെ കത്താനായിട്ട്, അതായത് ഇപ്പോ എന്താ പറയാ, വിറക്, അങ്ങനെ എന്തൊരു കാര്യത്തിനായാലും അതിനെ ജ്വലിപ്പിക്കാനായിട്ട് നമുക്ക് എയറിന്റെ ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് എയർ എന്ന് പറയുന്നത് ഈ പോയിന്റ്സുകളാണ്. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ് എയറോപ്ലെയിൻസ് ആൻഡ് ബേർഡ്സ്. എന്തുകൊണ്ടാണ് എയറോപ്ലെയിൻസും ബേർഡ്സും നമുക്ക് എയറിന്റെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്? കാരണം ഇവയ്ക്ക് ഫ്ലൈ ചെയ്യാനായിട്ട്, എയറോപ്ലെയിൻ ആയാലും അതെ, ബേർഡ്സിനായാലും അതെ, ഫ്ലൈ ചെയ്യാനായിട്ട് എയർ അത്യാവശ്യമാണ്. അപ്പൊ അവിടെ നമുക്ക് എയറിന്റെ ഇമ്പോർട്ടൻസ് വരികയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പേസ്. ഈ എയറിന് സ്പേസ് ആവശ്യമുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ചില സമയത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ബക്കറ്റിൽ ഒരു ഫുൾ ബക്കറ്റ് വെള്ളം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒരു പ്ലാസ്റ്റിക് കുപ്പി ഇറക്കാൻ ശ്രമിക്കുമ്പോൾ അത് അങ്ങട് കിടന്ന് ഒലയുള്ളൂ.
കുറച്ചൊന്ന് നമ്മൾ അമർത്തി പുഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോകും. അതെന്തുകൊണ്ടാണ്? ആ എയറിന്റെ പ്രസൻസ് ആ ബോട്ടിലിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതൊന്ന് വേവ് ചെയ്തെടുക്കും, നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇഞ്ചക്ട് ആവുന്നത്. അല്ലാത്ത പക്ഷം ആ എയർ ഉള്ളത് കൊണ്ടാണ് അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നമ്മളുടെ ബക്കറ്റിലെ വെള്ളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എയറിന് എന്താവശ്യമുണ്ട്? സ്പേസ് ആവശ്യമുണ്ട്. ടീച്ചർ ഇവിടെ എക്സാമ്പിൾ എഴുതാം. ബോട്ടില് വാട്ടർ ടേക്കൺ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു പ്രക്രിയ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് വെയിറ്റ്. എയറിന് വെയിറ്റ് ഉണ്ടോ? ആർക്കെങ്കിലും അറിയോ? എയറിന് വെയിറ്റ് ഉണ്ടോ? എയറിന് വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഉണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ ടീച്ചർ പറയാം. ബലൂൺ നമ്മൾ വീർപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബലൂൺ ആദ്യം ഉണ്ടായിരുന്ന ആ സ്റ്റേറ്റ് പോലെയാണോ വീർപ്പിച്ച് കഴിയുമ്പോൾ? അല്ല. വീർപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ബലൂണിന് ചെറിയൊരു വെയിറ്റ് വരും, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എയറിന് വെയിറ്റ് ഉണ്ട്. എക്സാമ്പിൾ ആണ് ബലൂൺ. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ എന്താണ് എയർ എന്നും എയറിൽ എന്തൊക്കെ ഉണ്ടെന്നും എന്തൊക്കെ ഗ്യാസുകൾ എയറിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടെന്നും പിന്നെ എയറിന് സ്പേസും ആവശ്യമുണ്ട്, എയറിന് വെയിറ്റും ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എയറിനെ പറ്റി ഇനി കിട്ടുന്ന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള നോട്ട്സ് ആണ് നിങ്ങൾ ഇന്ന് കമന്റ് ബോക്സിൽ ഇടേണ്ടത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 6ാമത്തെ ക്ലാസ് ആണ്. നമ്മൾ ബേസിക് കൺസെപ്റ്റ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി 2 ക്ലാസ് കൂടി കഴിഞ്ഞ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ് കഴിയാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് മൂവ് ഓൺ ടു അനദർ ടോപ്പിക്സ് ആണ്. സോ എല്ലാവരും ടീച്ചറുടെ ക്ലാസ് കാണാം. ഈസി മെത്തേഡിലൂടെയാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ക്ലാസ് അയച്ചു കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ടീച്ചർ അതിന് റിപ്ലൈ ഇട്ട് തരാം. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.